കാക്കരിശ്ശിപ്പാട്ട് എന്ന നാടക ഭാഗമാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. ഇത് ഒരു നാടൻ കലാരൂപമാണ്. തിരുവിതാംകൂർ പ്രദേശത്ത്, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ പ്രദേശത്തൊക്കെ പ്രചാരത്തിലൊരു ഗ്രാമീണ നാടകമാണിത്. ഇതിൻ്റെ ഭാഷ തമിഴ്, അതേപോലെ കന്നഡ, മലയാളം ഇവയൊക്കെ ചേർന്ന ഒരു സങ്കര ഭാഷയാണ്. ഓരോ പ്രദേശത്തിനനുസരിച്ചും അതിൻ്റെ വാമൊഴിയിലും വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകതയുള്ള അവതരണവും വ്യത്യാസം ഉണ്ടാവുന്നു. കാക്കാലന്മാരുടെ പേരിലാണ് പൊതുവെ ഇത് അറിയപ്പെടുന്നത്. എങ്കിലും ഈ കാക്കരിശ്ശി നാടകത്തിന് നമ്മളിപ്പോൾ സാധാ കാണുന്ന നാടകവുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. ഇന്നത്തെ നാടകങ്ങളുണ്ടല്ലോ, അതുമായിട്ട് നേരിട്ടുള്ളൊരു ബന്ധമുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാക്കരിശ്ശി നാടകത്തിനൊരു പ്രത്യേകതയുണ്ട്. മിക്ക നാടകങ്ങളിലും ഒരു സുന്ദരനായൊരു കാക്കാലുണ്ടാകും, അതിൻ്റെ കൂടെ 2 കാക്കാത്തിമാരുണ്ടാകും. ഇവർ പാട്ടുപാടി ചുവട് വെച്ചുകൊണ്ടാണ് അഭിനയിക്കുക. പഴയ സംഗീത നാടകങ്ങളുടെയൊക്കെ ഒരു ശൈലിയിൽ സംഭാഷണവും സംഗീതവും നൃത്തച്ചുവടുകളും ഇഴചേർത്തുകൊണ്ടുള്ളൊരു അഭിനയ രീതിയും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാം. ഇതിനായി ഹാർമോണിയം, മൃദംഗം, ഗഞ്ചിറ, കൈമണി തുടങ്ങിയിട്ടുള്ള വാദ്യോപകരണങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. വന്ദനഗാനത്തോടെയാണ് കാക്കരിശ്ശി നാടകം തുടങ്ങുക. ആദ്യം കാക്കാലൻ പ്രവേശിക്കും. കാക്കാലിൻ്റെ പ്രവേശനം ഒരു പ്രത്യേക രീതിയിലാണ്. നോക്കൂ, കണ്ടില്ലേ? കാക്കാലിൻ്റെ കയ്യിൽ ഒരു കത്തിച്ച് പിടിച്ചൊരു പന്തമുണ്ട്. ആ പന്തം ഉയർത്തിപ്പിടിച്ച് ആണ് കാക്കാലൻ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. അതിൻ്റെ ഒപ്പം പാട്ട്, ഇതിൻ്റെ പുറകിൽ നിന്ന് പാടുന്ന പാട്ടുണ്ടല്ലോ, ആ പാട്ട് ഏറ്റുപാടി താളം ചവിട്ടിക്കൊണ്ടാണ് പന്തം ഉയർത്തിപ്പിടിച്ച് അയാളിങ്ങനെ വരുന്നത്, കാക്കാലൻ വരുന്നത്. ഇവിടെ ചോദ്യം ഉത്തരം എന്ന രീതിയിലാണ് കാക്കരിശ്ശി നാടകങ്ങളിലൊക്കെയും നമ്മൾ കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത്. ചിലപ്പോൾ അവിടെ ചോദ്യം ചോദിക്കുന്നത് തമ്പുരാനാകും, അതിന് മറുപടി നൽകുന്നത് കാക്കാലനുമാകാറുണ്ട്. സാമൂഹിക വിമർശനം, ആക്ഷേപഹാസ്യം എന്നിവയൊക്കെ കാക്കരിശ്ശി നാടകത്തിൻ്റെ പ്രത്യേകതയാണ്. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരിക്കുന്ന പാഠഭാഗത്തിൽ കാക്കാലനും കാക്കാത്തിമാരുമാണ് കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഇവർ ചോദിക്കുന്ന ചോദ്യവും അതിൻ്റെ മറുപടിയുമാണ് അതിലുള്ളതെന്ന് കാണാം. ഈ പാട്ട് നമുക്ക് ലഭിച്ചത് ശ്രീ ഭാർഗവൻ പിള്ളയുടെ ശേഖരണത്തിൽ നിന്നാണ്. കേരളത്തിലെ കാക്കരിശ്ശി നാടകങ്ങളിൽ വളരെ പ്രസിദ്ധമായ 2 പാട്ടുകളാണ് നിങ്ങൾക്ക് പഠിക്കാനായി തന്നിരിക്കുന്നത്. ഇതിന് പ്രദേശങ്ങൾ മാറുന്നതിനനുസരിച്ചൊക്കെ വളരെ വ്യത്യാസങ്ങളും കാണാൻ കഴിയും നമുക്ക്. ഈ 2 പാട്ടുകളും കാക്കരിശ്ശി നാടകത്തിന് പിൻപാട്ടായി പാടാൻ ഉപയോഗിക്കുന്നവയാണ്. ഇങ്ങനെയുള്ള കാക്കരിശ്ശി നാടൻ പാട്ടുകളിൽ നിരവധി പാട്ടുകളുണ്ട് കേട്ടോ. അതിൽ 2 പാട്ട് മാത്രമാണ് നിങ്ങൾക്ക് അവിടെ പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. ഇത്തരം പാട്ടുകൾക്ക് ഏകദേശം 350 വർഷത്തോളം പഴക്കമുണ്ടെന്നൊക്കെ പറയാവുന്നതാണ്. കാക്കാലൻ, കാക്കാത്തി, അതേപോലെ അവരുടെ വേഷം, ആ ഒരു വിഭാഗത്തിലുള്ള ആളുകളുടെ ആ ഒരു വേഷം കെട്ടിയാണ് കാക്കാലനും കാക്കാത്തിയും ഒക്കെ രംഗത്ത് വരുന്നതെന്ന് കാണാം. അപ്പോൾ കാണികളെ രസിപ്പിക്കാനും കാണികളുടെ ഇടയിൽ നിന്ന് അവരുടെ പ്രതിനിധിയായി കഥാപാത്രങ്ങൾ കടന്നു വരിക തുടങ്ങിയിട്ടുള്ള സ്വാഭാവികമായ ഒരു ശൈലി നമുക്ക് ഈ കാക്കരിശ്ശി നാടകത്തിലൊക്കെയും നമുക്ക് കാണാൻ കഴിയും എന്നതാണ്. അപ്പോൾ ഇതിൽ പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്. ശിവപുരാണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം ഈ കാക്കരിശ്ശി നാടകത്തിൽ വരുന്നുണ്ട്. അതായത് ഈ ലോകം തിന്മയാൽ നിറഞ്ഞിരിക്കുന്ന സമയത്ത് ജനങ്ങളിലൊക്കെയും മനസ്സിലൊക്കെയും തിന്മയാണ്, പ്രവൃത്തിയിലൊക്കെയും. ഇതൊക്കെ കണ്ട് സഹികെട്ട് ദേവലോകത്തുള്ളവരൊക്കെ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഈ തിന്മയാണ് ഈ ഭൂമിയിൽ നിറഞ്ഞത് എന്നും അതെങ്ങനെ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ മനുഷ്യരൊക്കെ തമ്മിൽ നശിച്ചു പോകും, അതിന് അറുതി വരുത്തണം എന്ന ചിന്തയോടെ ഒരു നാരദ മഹർഷി ഇവിടെ നിന്ന് ഈ വിവരങ്ങളൊക്കെ ദേവലോകത്ത് എത്തിക്കാനായിട്ട് പോവുകയാണ്. അദ്ദേഹം എത്തിയത് പരമശിവൻ്റെ അടുത്താണ്. പരമശിവനോട് ഭൂമിയിലെ അവസ്ഥകളെല്ലാം പറയുകയും എങ്ങനെയെങ്കിലും തിന്മയില്ലാതാക്കി ജനങ്ങളെ രക്ഷിക്കണം, അതിനൊരു ഉപായം കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ നാരദ മഹർഷി എന്നത് കാര്യം മനസ്സിലാക്കിയ പരമശിവൻ ഭൂമിയിലേക്ക് എത്തുകയാണ്. പരമശിവൻ കാക്കാലൻ്റെ രൂപത്തിലാണ് ഭൂമിയിലേക്ക് എത്തുന്നത്. ശിവൻ്റെ പ്രേയസിമാരായ ഗംഗാദേവിയും പാർവതീദേവിയും അദ്ദേഹത്തിനെ അനുഗമിക്കുന്നുണ്ട്. കാക്കാലത്തിമാരുടെ വേഷത്തിലാണ് അവർ കൂടെ വന്നിരിക്കുന്നത്. അങ്ങനെ അവർ ഭൂമിയിലെത്തുകയും അവിടെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെയുള്ള കാര്യങ്ങളൊക്കെ വിമർശിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു ബോധവൽക്കരണം നടത്തുക എന്ന രീതിയിലൊക്കെ അവർ അവിടെ
തൻ്റെ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്ന ഓരോ കാര്യത്തിലും തെറ്റിനെ ചൂണ്ടിക്കാട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ അവരെന്ത് ചെയ്തു, പാട്ടുകൾ പാടി ചുവട് വെച്ചുള്ള ഒരു രീതി സ്വീകരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഐതിഹ്യവും ഈ ഒരു കാക്കരശ്ശി പാട്ടിന് പുറകിലുണ്ടെന്ന് ഇവിടെ നിന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിലെ വരികളിലൂടെ ഒന്ന് പോകാം. ആ വരികൾ 2 പാട്ടാണല്ലോ തന്നിരിക്കുന്നത്. ആ പാട്ടുകൾ നമുക്കൊന്ന് നോക്കാം. ശരി. വാങ്ങിച്ചു തരണോ ഇല്ലയോ? തമ്പ്രാനോ, ഇതെല്ലാം ഞാൻ അവർക്ക് വാങ്ങി കൊടുത്തതാണല്ലോ. അല്ല, ഇതിലൊന്നും ഇതിൽ കാണുന്നില്ലല്ലോ തമ്പ്രാനോ. എന്താ ചെയ്യുന്നേ? എന്നാ അവരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. കാൽക്കിടന്നൊരു കാലടി മോതിരം എപ്പടി പോയിതടി കാക്കാത്തി എപ്പടി പോയിതടി. കാൽക്കിടന്നൊരു കാലടി മോതിരം എപ്പടി പോയിതടി കാക്കാത്തി എപ്പടി പോയിതടി. കയ്യിൽ കിടന്നൊരു കൽവച്ച മോതിരം എങ്ങനെ പോയിതടി കാക്കാത്തി എങ്ങനെ പോയിതടി. കയ്യിൽ കിടന്നൊരു കൽവച്ച മോതിരം എങ്ങനെ പോയിതടി കാക്കാത്തി എങ്ങനെ പോയിതടി. നെറ്റിക്കു തൊട്ടൊരു ചന്ദ്രവർണ്ണക്കുറി എങ്ങനെ പോയിതടി കാക്കാത്തി എങ്ങനെ പോയിതടി. എങ്ങനെ പോയിതടി കാക്കാത്തി എങ്ങനെ പോയിതടി. നിന്റെ മറിമയം ഞാനിഞ്ഞറിഞ്ഞടി പഞ്ചവർണ്ണ കിളിയേ കാക്കാത്തി പഞ്ചവർണ്ണ കിളിയേ. ഇവിടെ നോക്കൂ, ഇത് ആദ്യത്തെ പാട്ട് കാക്കാത്തിമാർ ഒരുമിച്ച് കാക്കാലിനോട് പരാതി പറയുന്ന പാട്ടാണ്. ഈ നാടൻ പാട്ടുകളിലൊക്കെ അത് നിലനിൽക്കുന്ന ഒരു സമൂഹത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതായത് സമൂഹത്തിലെ ജാതീയപരമായിട്ടുള്ള വേർതിരിവുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതേപോലെ അവരുടെ ഈ സ്ത്രീകളുടെ ആ കാലഘട്ടത്തിലൊരു അരക്ഷിതാവസ്ഥ നമുക്കിത് വായിക്കുമ്പോൾ കിട്ടും. അതേപോലെ അവിടുത്തെ ദാരിദ്ര്യം, ഒറ്റപ്പെടൽ, സംശയം തുടങ്ങിയുള്ള ചില കാര്യങ്ങളൊക്കെയും ഈ വരികൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. ഇവിടെ കാക്കാലത്തിമാർ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥ വ്യക്തമായിട്ടും പറയുന്നുണ്ടെന്ന് കാണാം. അവരുടെ ഓരോ ആവശ്യങ്ങൾ, അപ്പോൾ സ്ത്രീകളുടെ ഇല്ലായ്മ, അതേപോലെ സ്ത്രീകൾക്ക് ഒന്നിനുമുള്ള സ്വാതന്ത്ര്യമില്ലായ്മ ഒക്കെ ഇവിടെ വ്യക്തമാണ്. ഒരു ജോലി ചെയ്യാൻ പോലും കഴിവില്ലാത്ത കാക്കാത്തിമാരെ അവിടെ നമുക്ക് കാണാം. എന്തിനും സംശയത്തോടെ നോക്കുന്ന ഒരു ഭർത്താവായ കാക്കാലിനെയും നമുക്കവിടെ കാണാം. അവിടെ ഒരു സ്വാതന്ത്ര്യവും സ്ത്രീകൾക്ക് കാക്കാല വിഭാഗത്തിൽ ഉള്ള സ്ത്രീകൾക്ക് ഇല്ല. ആ കാലഘട്ടം തന്നെ അങ്ങനെയാണെന്ന് നിങ്ങൾ ഓർക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ സംസാരിക്കുകയാണ് ഇവിടെ കാക്കാലത്തി എന്ന് നമുക്ക് കാണാവുന്നതാണ്.
അവരുടെ ഓരോ ആവശ്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഭർത്താവിൻ്റെ പുറകെ നടന്ന് അത് വേണം ഇത് വേണം അത് വാങ്ങിത്തരണം എന്ന് പറഞ്ഞ് നടക്കുന്നൊരു രീതി അവിടെ കാണാം. ആഭരണം, വസ്ത്രം, പല്ല് തേക്കാനുള്ള പൊടി, ഇതൊന്നും അവർക്ക് സ്വന്തമായിട്ട് വാങ്ങാൻ വയ്യ. എന്ത് വേണമെങ്കിലും ഭർത്താവിൻ്റെ പുറകെ നടന്ന് കൈനീട്ടി ഇങ്ങനെ നിൽക്കണം. ഇങ്ങനെയൊരു അവസ്ഥയാണ് അതിൽ. ഇതാണ് അരക്ഷിതാവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ത്രീക്ക് വരുമാന മാർഗവും അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ ഇല്ലാതാകുന്ന ഒരു കാലത്താണ് ഇത് നടന്നത് എന്നത് ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകും. അപ്പോൾ സ്വന്തമായി ഒന്നുമില്ലാത്തൊരവസ്ഥ, എന്തിനും ഏതിനും ഭർത്താവിനോട് ഇരക്കേണ്ട ഒരവസ്ഥ അല്ലേ? മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് കാക്കാത്തിമാർ എന്നൊരു പ്രയോഗം കണ്ടോ? ഏതൊരു കാക്കരശ്ശി നാടകം കാണുമ്പോഴും അതിൽ നമുക്ക് കാണാൻ കഴിയും 2 കാക്കാത്തിമാർ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ 2 കാക്കാത്തിമാർ, ഒരു കാക്കാലനും അതിലുള്ളത്. അപ്പോൾ വിവാഹത്തെയാണ് അവിടെ കാണിക്കുക. കാക്കാലന്മാർ വിവാഹം കഴിക്കുന്നത് ഒന്നിലധികം കാക്കാത്തിമാരെയാണ്. അപ്പോൾ കാക്കാലന് 2 ഭാര്യമാരാണ് അവിടെ വരുന്നത്. അപ്പോൾ ബഹുഭാര്യാത്വം എന്നൊരു സമ്പ്രദായം നമുക്കവിടെ കാണാമല്ലോ. ഭാര്യമാരുടെ ആവശ്യങ്ങളെ കളിയാക്കിക്കൊണ്ട് മറുപടി കൊടുക്കുന്ന ഭർത്താവായ ഒരു കാക്കാലനെയും നമുക്കവിടെ കാണാം. പിന്നെ ഇതിൽ രസകരമായിട്ട് അവർ അവതരിപ്പിക്കുമ്പോൾ 2 ഭാര്യമാരെ കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു ഭർത്താവിൻ്റെ മാനസികാവസ്ഥയും നമുക്കവിടെ കണ്ടെത്താവുന്നതാണ്. ഇപ്പോൾ 2 സ്ത്രീകൾ ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സ്വാരസ്യങ്ങൾ, പൊരുത്തക്കേടുകൾ, പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത അവസ്ഥകൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും കാക്കാരശ്ശി നാടകത്തിലൊക്കെ നമുക്കൊരുപാട് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ഇവിടെ ഈ 2ാമത്തെ പാട്ടിൽ കാക്കാലൻ ചോദിക്കുന്ന ചോദ്യത്തിന് കാക്കാത്തി മറുപടി കൊടുക്കുന്നതാണ്. ചോദ്യ ഉത്തരവുമാണല്ലോ അവിടെയുള്ളത്. കാക്കാലൻ എന്ന ആ ഒരു ഭർത്താവ് സംശയമുള്ളവനാണെന്ന് ഇവിടെ കാണാം. അത് ഓരോ ഉപായങ്ങൾ പറന്ന് ആ ചോദ്യത്തിൽ നിന്നും കാക്കാത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും കാണാം. എവിടെ പോയി, എന്ത് സംഭവിച്ചു, എന്താണ് എന്നൊക്കെ ചോദിക്കുന്നിടത്ത് കാലിൽ കിടന്ന നിൻ്റെ മോതിരം എപ്പടി പോച്ചിതടി എന്ന് ചോദിക്കുക. എങ്ങനെയാണ് പോയത് എന്നാണ്. അതേപോലെ തൻ്റെ കയ്യിൽ കിടന്ന കൈവള മോതിരം, ഈ കൈവള അതേപോലെ കാൽത്തള, മൂക്കുത്തി എന്നുള്ള പ്രയോഗങ്ങളൊക്കെയും ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേക ആഭരണങ്ങളാണെന്ന് കാണാം. ആ രീതിയിലുള്ള ആഭരണങ്ങളൊക്കെയും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നുവെന്നും അവരിതെല്ലാം ധരിച്ചിരുന്നു എന്നും നമുക്ക് ഈ വരികളിലൂടെ കണ്ടെത്താവുന്നതാണ്. അതേപോലെ തന്നെ കുറവ എന്നൊരു പ്രയോഗം നോക്കൂ. അപ്പോൾ ചില പ്രദേശങ്ങൾക്കനുസരിച്ചാണ് ഇങ്ങനെയുള്ള വാക്കുകൾ. ചില പ്രദേശങ്ങൾ മാറുന്നതിനനുസരിച്ച് ഈ കുറവ എന്നുള്ള പ്രയോഗം മാറും. അതേപോലെ കാട്ടിലെ ചുള്ളിക്ക് പോയപ്പം കാടാലെ പോച്ചിതടാ കുറവ. അപ്പോൾ തൻ്റെ കയ്യിലുള്ള വള എങ്ങനെ നഷ്ടപ്പെട്ടു എന്നതിന് മറുപടിയാണത്. അപ്പോൾ ഇവളെ താനറിയാതെ കാട്ടിലേക്ക് പോയിട്ടുണ്ട്, ആരെ കാണാനാണ് അവിടെ പോയത് എന്നൊരു സംശയമാണ്. അപ്പോൾ അവൾ ദൂരീകരിക്കുന്നത് എങ്ങനെയാണ്? കാട്ടിലേക്ക് ഞാൻ പോയി, ഞാൻ എന്തിനാ പോയത്? വിറകൊടിക്കാനാണ് അല്ലേ, വിറക് ശേഖരിക്കാൻ ഞാൻ പോയപ്പോൾ അവിടെ ഏതിലോ കുടുങ്ങിയിട്ട് തൻ്റെ കൈവള ഊരിപ്പോയതാണ്, കൈവള മോതിരം അങ്ങനെ നഷ്ടപ്പെട്ടതാണ് എന്ന് പറയുന്ന കാക്കാത്തി. അപ്പോൾ കാക്കാത്തിയുടെ ഭാഗം ന്യായീകരിക്കാൻ, തൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല എന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു കാക്കാത്തിയെ നമുക്കവിടെ കാണാവുന്നതാണ്. അതേപോലെ മൂക്കിൽ കടന്ന കല്ലുവെച്ച മൂക്കുത്തി, കല്ലു പതിച്ച മൂക്കുത്തി എന്നത് പ്രത്യേകതയാണ്. അപ്പോൾ തിളങ്ങുന്ന വില പിടിച്ച മൂക്കുത്തി എന്നത് അവിടെ ഓർക്കാവുന്നതാണ്. കല്ലിന് പ്രാധാന്യം കൊടുക്കാം. അതേപോലെ മൊന്തയിലെ ജലം മൊത്തി കുടിച്ചു. അപ്പോൾ മൊന്ത എന്ന പ്രയോഗം നോക്കൂ, മൊത്തി കുടിക്കുക എന്ന പ്രയോഗം. ഇതൊക്കെ പ്രദേശങ്ങൾ മാറുന്നതിനനുസരിച്ച് വ്യത്യാസം വരും. ഓരോ പ്രാദേശിക വാമൊഴിക്കനുസരിച്ചും ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ വ്യത്യസ്തമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെയും കാക്കാരശ്ശി പാട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാമൂഹിക വ്യവസ്ഥയെ കാണിച്ചു തരുന്ന, ബോധ്യപ്പെടുത്തുന്ന, ശരിക്കും ലളിതമായിട്ടുള്ള പദപ്രയോഗങ്ങളിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന അവതരണം തന്നെയാണ് ഇത്തരം നാടൻ പാട്ടുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയൊക്കെ പ്രത്യേകതയുള്ള ഒരു നാടൻ പാട്ട് തന്നെയാണ് കാക്കരശ്ശി പാട്ട് എന്ന് വ്യക്തം. ഇനി നമുക്ക് ഇതിലെ വരികൾ ഒന്ന് കേട്ട് നോക്കാം. ഇതിൻ്റെ ആലാപനം, ഈ ആലാപനത്തിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. പല പ്രദേശങ്ങൾക്കനുസരിച്ച് ആലാപനത്തിലൊക്കെയും വ്യത്യാസം വരുന്നുണ്ട്, താളത്തിനും വ്യത്യാസം വരുന്നുണ്ട്. എങ്ങനെ വേണമെങ്കിൽ, ഏത് താളത്തിൽ വേണമെങ്കിലും ചൊല്ലാൻ കഴിയുന്ന ഒരു പ്രത്യേകതയും ഇത്തരം കാക്കാത്തി പാട്ടുകൾക്ക് അല്ലെങ്കിൽ കാക്കരശ്ശി പാട്ടുകൾക്ക് ഉണ്ട് എന്നതും അതിൻ്റെ ഒരു സവിശേഷതയാണ്.
എന്റെ പൊന്നച്ചു. എടോ കാക്കാരെ, ഓ തമ്പുരാ, എന്തോ കാക്കാരെ? കാക്കാർ അങ്ങ് പോണ്ടെല്ലാം പോയോ? എടോ കാക്കാരെ, അങ്ങേറ്റം ഇങ്ങേറ്റം ഒന്ന് പറയാതെ ആ സ്ഥലത്തിന് പേരിലോടോ കാക്കാരെ? ഒന്നല്ല, നമ്മളെ സാമ്പാറിന്റെ മേമ്പൊടി തടാകം. സാമ്പാറിന്റെ മേമ്പൊടി തടാകം? അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? കൊച്ചമ്മന് കൂട്ടി വെക്കാട്ടെ. എന്തോന്ന് സാമ്പാറിന്റെ മേമ്പൊടിയായി ചേരുന്നത് കായം? ഓ തമ്പുരാ, ഇനി ആ തടാകം കൊണ്ടൊന്നും കൂട്ടി വെക്കാട്ടെ. തടാകം എന്ന് വെച്ചാൽ കുളം. ഓ തമ്പുരാ, ഇനി രണ്ടും കൂടെ ഒന്ന് കൂട്ടി പറഞ്ഞാട്ടെ, വിളിച്ച് പറഞ്ഞാട്ടെ. ഓ, താൻ കായം കൊടുത്തുകാരാണത്? പിന്നെ എടോ കാക്കാരെ, തന്റെ പിച്ചിലാട്ടം കളഞ്ഞിട്ട് തന്റെ നാട് ഏതാണെന്നും വീട് ഏതാണെന്നൊക്കെ അത് പറഞ്ഞേ. അതെന്താ നാടും വീടും? തന്നെ ഇന്ന് കാക്കരുവശമായി ബാലത്തരുണി രണ്ട് കാക്കാത്തിമാരുമുണ്ട്. നല്ല കളി കളിക്കും കൈ നോക്കി ഫലം പറയും അയവരെ കൂട്ടിക്കൊണ്ട് പോരുന്നുണ്ട് ഞാനും. ആദ്യമായിട്ട് ഒരു മാന്യ സദസ്സിൽ വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? കാക്കാമാർക്ക് മാന്യ ചവല് കിട്ടിയാലേ ചവിത്തോട്ടെങ്കിൽ മിണിങ്ങിറക്കും. എടോ കാക്കാരെ, തന്റെ വലത് കാലത്ത് തന്നെ ശരിയായിട്ടൊരു താളം ചവിട്ടിയും കിട്ടേ. എന്നാ ശരിയായിട്ട് താളം കിട്ടേക്കണേ. ഓ തിത്തിത്തൈ തകതിത്തൈ തിത്തോ തകതിത്തൈ കർദിക തിത്തിത്തൈ തകതിത്തൈ തിത്തോ തകതിത്തൈ. ഇപ്പൊ വളരെ നന്നായിരിക്കുന്നു. ഇപ്പൊ നന്നായിരിക്കുന്നു. ഓ തമ്പുരാ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ വളരെ നന്നായിരിക്കുന്നു. എടോ കാക്കാരെ, തനിക്ക് ചികിത്സ ഒന്നും അറിയില്ലേ? നല്ല കുട്ടി എവിടെ മാറക്കണോ അറ്റാ പോറ്റാ ചികിത്സ കാക്കാരങ്ങൾ നടക്കണേ. നല്ല അപ്പക്കൊല്ലി ഇപ്പക്കൊല്ലി ഉടക്കൊല്ലി നിന്നെക്കൊല്ലി പിന്നെക്കൊല്ലി മാറ്റിപ്പുറത്തെ കോച്ചെ കൊളത്തെ പെരുപ്പ് ഉളുക്ക് ഇതിനെല്ലാം പറ്റിയ മരുന്ന് ഇതിലുണ്ട്. അമ്പാക്കന്മാരെ കേട്ടോ. ആന പോലെ തടിച്ചവൾ പന്നി പോലെ കൊഴുത്തവൾ മാന് പോലെ മെലിയുവാൻ വാറ്റുമരുന്ന് നല്ല വാറ്റുമരുന്ന് കൊണമൊന്ന് വേറെ. എടോ കാക്കരെ, നാം ഏതൊരു നല്ല കാര്യത്തിന് ഒരുങ്ങിയാലും ഗണപതി ഭഗവാനെ വാഴ്ത്തി സ്തുതിക്കണം. നമ്മളെ ഗണപതി ഭഗവാനെ വാഴ്ത്തി സ്തുതിക്കണം. അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. നിങ്ങളൊക്കെ അങ്ങ് പോയടിയേ. എന്നാൽ അങ്ങനെ തന്നെ. എന്നാൽ എന്റെ നാക്കാൻ പുള്ളി എടുക്കുന്ന നോക്കോ. എന്നാ കൊച്ചമ്മ കൂടെ കൂടി. പണ്ടൊരു നാൾ ശങ്കരനും മങ്കയുമായി അൻപോടുടൻ കരീവരനും മങ്കയുമായി അവർ സന്തോഷമായി. ഉൽപ്പല പല പാലങ്ങുൽപ്പല പല ഉന്നത മരങ്ങൾ അവരൊന്നു തകർത്തേ അവരങ്ങു വസിച്ചേ. പണ്ടൊരു നാൾ ശങ്കരനും മങ്കയുമായി അൻപോടുടൻ കരിവരനും മങ്കയുമായി അവർ സന്തോഷമായി. ഉൽപ്പല പല പലങ്ങൾ പല പല ഉന്നത മരങ്ങൾ അവർ തകർത്തേ അവരങ്ങു വസിച്ചേ.